നമസ്കാരം, ഞാൻ മനാഫ്. ഇന്ന് ആലുവയിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇന്ന് ആലുവയിൽ വേറൊരു പരിപാടിക്ക് വന്നതിനും കുറേ ദിവസമായിട്ട് നിരന്തരമായിട്ട് ഒരു അമ്മ എന്നെ ആ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചും കൊണ്ട് നിൽക്കണ്ടായിരുന്നു. ഒന്ന് വീടിൻ്റെ അവസ്ഥ വന്ന് കാണുമോ, ഭയങ്കര ദയനീയമാണ് എന്നുള്ളത്. ഇന്ന് കുറച്ച് സമയം കിട്ടിയതിനോണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ അവസ്ഥ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വീട് ഒരു വാടകയ്ക്കുള്ള വീടാണ്. 5 പ്രായമുള്ള വ്യക്തികളാണ് ഉള്ളത്. 3 അമ്മമാരും 2 പ്രായമുള്ള അച്ഛന്മാരുമാണ് ഉള്ളത്. ഇവരെ സ്ഥിതി ഭയങ്കര മോശമാണെന്നാണ് പറയുന്നത്. ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു സന്നദ്ധ പ്രവർത്തകനുണ്ട്. മൂപ്പരെ വിളിച്ച് രാവിലെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് മൂപ്പര് വിളിച്ച് പറഞ്ഞു, അക്ബർക്കാന്നാണ് മൂപ്പരെ പേര്. എൻ്റെ കസിനുണ്ട്, തൽഹത്ത് CV പറഞ്ഞിട്ട്. ഇവരൊക്കെ രാവിലെ പോയി നോക്കി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വളരെ ദയനീയ സ്ഥിതിയാണല്ലോ വീട്ടിൽ. ഈ 5 പേരുടെയും ആരോഗ്യനില വളരെ മോശം. ഭക്ഷണം പോലും കഴിക്കാനില്ല അവരുടെ കയ്യിലെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഭക്ഷണ സാധനം, ബെഡ്, അവർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അമ്മൂമ്മ ഉണ്ട്. ഒരു ബെഡ് തന്നെയാണ്. ആ ബെഡ് വളരെ മോശമായി എന്ന് പറഞ്ഞു. അപ്പോൾ ബെഡൊക്കെ വാങ്ങിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ അവസ്ഥ ആണുള്ളത്. അപ്പം എന്താ പറഞ്ഞാൽ, ഇത് മറ്റുള്ളവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആക്കിയിട്ട് വിടുന്നത്. അപ്പം കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമുക്ക് നമ്മളെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന പണം ഇതേമാതിരി എല്ലാത്തിനും ഉപയോഗിക്കുകയാണ്. ഓ ആ അല്ല, ഇവരവസ്ഥ മോശമാണെന്ന് പറഞ്ഞേ. ഉള്ള തന്നെ അല്ലേ? നിങ്ങൾ അന്വേഷിച്ചതിനോണ്ട് താങ്ക്സ്. അടിപൊളി. ഇവിടെ നിന്നോട്ടല്ലേ കുറച്ച് ഭക്ഷണ സാധനങ്ങളാ. ആ, ഇതങ്ങോട്ട് വെച്ചോളി. ഇയാളാണ് കിടന്ന് കിടപ്പ് തീരെ കിടക്കാൻ. എന്റെ അമ്മ അപ്പുറത്ത് മെന്റൽ രോഗമായിട്ട് മാനസികമായിട്ട് ഇന്നലെയൊക്കെ എന്തായിരുന്നു അമ്മ ഉറങ്ങിയിട്ട് പോലുമില്ല. ഇതൊന്ന് ഛർദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഞാൻ വന്ന്. ആ, നിങ്ങളെ അവസ്ഥ നാട്ടുകാരെ കാലൊക്കെ നീര് പൊട്ടിയില്ല, ജനങ്ങളറിയട്ടെ. ഇതൊക്കെ നീരാണ്. ഇയാളെ ചികിത്സിക്കാൻ കൊണ്ടുപോയില്ല. ഡോക്ടറിന് ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞു. കയ്യൊന്നും പൊക്കൂല. ദേ മൂത്രമൊക്കെ ബക്കറ്റിൽ ഞാനെടുത്തുണ്ട്. ഞാനൊരാളുണ്ട് ഇക്ക സത്യം. ഞാൻ ഇവര് 3 പേരുള്ളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു മരിക്കും. അതിനകത്ത് നിവർത്തിയില്ല എന്നെ കൊണ്ട് ഇവരെ രക്ഷിക്കാൻ. വേണ്ട, ഇത് കിടന്നോൾ നീക്കണ്ട. ആ ഡ്രസ് ഒന്ന് റെഡി ഉച്ചക്ക് ഞാൻ കൊണ്ടേ പാടെ എനിക്ക് മാത്രം അറിയാം. ഇവിടെ ബാത്റൂമൊക്കെ പൊക്കത്താണ്. ഇവിടെ എങ്ങനെ വീട് മാറാനും ഈ ചേട്ടനാണ് ഈ കണ്ടത്. എങ്ങനെ നോക്കി എത്ര ഡോക്ടർമാരെ ഒപ്പിട്ടായിരുന്നു ഈ ചേട്ടനെ സ്ക്രൂ ഇട്ട് ഇവിടെ വെച്ചേക്കണം. ഈ നടു 10 ഇവിടെ വെച്ചേക്കണം. ഞാൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല മക്കളെ. ഞാനൊരാളുള്ളൂ നടുക്ക് എല്ലാത്തിനും. ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കുള്ളൂ എന്റെ കൈ. ഞാൻ 5 വെള്ളം കിടന്നു, ഇവരൊക്കെ കിടക്കും. ഞാൻ ഈ ചേട്ടൻ പണിക്കുമായിട്ട് അവിടെ വീണിട്ട് ഞങ്ങള് എന്തോരം കഷ്ടപ്പെട്ട് വിളിച്ച വണ്ടിക്കാർ ഇവിടെ കൊണ്ടുവന്നു. ഈ സ്ഥലം എവിടാന്ന് പറഞ്ഞോടിക്ക്. ഈ സ്ഥലം കീഴ്മാട് പഞ്ചായത്തിലെ ഇപ്പൊ നിലവിൽ 12ാം വാർഡാണ്. കൃത്യമായി പറഞ്ഞോടുത്ത് ആരെങ്കിലും സഹായിക്കണ്ടെങ്കിൽ സഹായിച്ചോട്ടെ. കാലൊക്കെ പഴുത്ത് പൊട്ടിട്ട് കീഴ്മാട് പഞ്ചായത്തിലെ 12ാം വാർഡ് കീഴ്മാട് എന്ന് തന്നെ പറയും. ഇതിന് ഇവിടെ ഒരു അമ്പലമുണ്ട്, കദളി ആശ്രമം. അതിന് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഒരു വാടക താമസിക്കുന്നതാണ്. കുറച്ച് നാളായിട്ടുള്ളൂ ഇവിടെ വന്നിട്ടേ. അക്ബർക്കാണ് ഇത് എന്താ പറയുക, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വളണ്ടിയർ മൂപ്പര് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ദയനീയ സ്ഥിതിയാണെന്ന് പറഞ്ഞപ്പോഴാണ് വന്നത്. അതല്ല മാത്രമല്ല, ഈ മിനിഞ്ഞാന്നാണ് ഈ ഫാന് നമ്മുടെ വർഷാപ്പിൽ നിന്ന് ഒരാൾ കൊണ്ട് കൊടുത്താണ്. ഇവിടെ അയാൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ വേർത്ത് മുങ്ങിയാണ്. ഞാൻ പറഞ്ഞ നിവൃത്തിയില്ല.
ഞാൻ എന്ത് ചെയ്യാം, ഛർദിയാണ്. അത് ഡോക്ടർ പറഞ്ഞ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഉഴിച്ചിലും പിടിച്ചിലും 19,000 രൂപ പറഞ്ഞു. ഞങ്ങളുടെ ഇപ്പൊ അവസ്ഥയിൽ താങ്ങാൻ പറ്റും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അവര് പറഞ്ഞത് പ്രൈവറ്റിൽ തന്നെ ചികിത്സിക്കണമെന്ന്. അതെന്താ അങ്ങനെയൊക്കെ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ? പെരുമ്പാവൂർ ഹോസ്പിറ്റൽ ഉണ്ട് ആയുർവേദം, നല്ല ചികിത്സയാണ്. പക്ഷെ അതിന് ചാർജ് ഉണ്ടാവും അല്ലേ? ഈ മുട്ട് 2 പ്രാവശ്യം ഞാൻ ഡോക്ടർ അക്ബർക്ക് അത് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് ചെയ്താലോ? അത് പെരുമ്പാവൂര് എല്ലാ ചികിത്സ ഉണ്ട്. ആയുർവേദത്തിലാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എത്ര ആൾക്കാരാ ഇവിടെ ഈ വീട്ടിലുള്ളത്? ഞാനും ചേട്ടനും അമ്മയും ഇവളും രണ്ടും, അത്രയും പേരുള്ളൂ. നിങ്ങൾ തമ്മിൽ ഏട്ടനെ എന്താണ്? എന്റെ വല്യമ്മയുടെ മകളാണ്, സ്വന്തം ചേച്ചിയല്ല. വല്യമ്മയുടെ മകൾ. വല്യമ്മ മരിച്ചുപോയി. പിന്നെ ഇവക്ക് ആരുമില്ലേ. പിന്നെ അങ്ങനെയാണ് ഞങ്ങള് ഇവക്ക് ആരുമില്ല. നിങ്ങൾ 2 സ്ത്രീകളാണല്ലേ ഈ വീട്ടില്? അമ്മ വയ്യാണ്ട് കിടക്കണ അവിടെ. അയ്യോ, ഇതെത്ര ആൾക്കാരാ ഇവിടെ ഉള്ളത്? ഇവിടേക്കാണ്. ഇല്ലേ, കിടക്ക നമ്മള് വാങ്ങിക്കണേ, കിടക്ക വാങ്ങിക്കണേ. ഇനി പ്രശ്നമില്ല. അമ്മ കിടന്നോളി. നട്ടലിന് കമ്പ്യൂട്ടർ മരമുറിയാണ് അല്ലേ? പറഞ്ഞ് എനിക്ക് മരക്കച്ചവടമാണ്. ബെഡ് പുതിയ വാങ്ങിക്കണം കേട്ടോ അമ്മേ. കേക്കൂല അല്ലേ? കഞ്ഞിയെ കൊണ്ടുകൊടുക്കുമ്പോ ചങ്ങിയും കുടിക്കില്ല, നീക്കി വയ്ക്കും, വേണ്ട. പാവാണ്. വേറെ അവസ്ഥയാണ് അമ്മയുടെ. ഓർമ്മയൊന്നുമില്ല, വെളുപ്പും ഓർമ്മയൊന്നുമില്ല. അതേ മാനസികരോധ ചീട്ടല്ലേ ഇരിക്കണുണ്ട്. അതേ ഡോക്ടർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാണിച്ചാണ് അമ്മേനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അമ്മേനെ ഇനി വയസ്സായി വരുന്തോറും ഇത് കുറയും, ചുരുങ്ങി ചുരുങ്ങി വരും, ഓർമ്മശക്തി ചുരുങ്ങി ചുരുങ്ങിയില്ലാതെ. അല്ല, ഇതൊക്കെ നമ്മളെ സമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇതെല്ലാരും കാണണം. ഞങ്ങൾക്ക് ആരുമില്ല. ഈ മനുഷ്യനെ അസ്ഥിവന്ന പണിയെടുത്തോണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാണ്? ഈ മനുഷ്യൻ ഇന്ന് പണിക്കൂല, നാളെ ഇവിടെ പട്ടിണി. ഇന്നിപ്പോ ഒരു ചേട്ടൻ 1/2 കിലോ കപ്പയും പിന്നെ ഒരു 2 കിലോ അരിയും കൊടുത്താൽ ഞങ്ങളിന്ന് 3 ദിവസം ഞങ്ങളുടെ അരി ആഹാരം കഴിച്ചത്. ഞങ്ങൾ പുറത്താരോടും പറയാത്തത് നാണക്കേടുണ്ട്. ഞാൻ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിക്കണേ, സാധനങ്ങൾ കൊണ്ടുവന്നിക്കണേ. പക്ഷെ എനിക്ക് ഇവിടുത്തെ സ്ഥിതി എന്താന്നുള്ളത് നിങ്ങളത് ഞാൻ ദൈവത്തെ കൊറേ ഞാൻ വിളിച്ചു, ആരോട് പറയാന്. അല്ല, നിങ്ങൾ വിളിക്കുമ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാനിത് കേട്ട് എനിക്കിങ്ങനെ ഓരോരുത്തർ അയച്ചു തന്ന് ഞാൻ കേട്ടപ്പോ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര ഞാൻ അതാണ് അക്ബർ ഖാനെ ഇവിടേക്ക് വിട്ടത്. അതെ, അക്ബർ ഖാൻ കറക്റ്റ് പണിയെടുത്ത് അടിപൊളി. ഇങ്ങനെ വേണ്ടി നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇത് അധികം ആൾക്കാർ നമ്മളെ വിളിക്കുന്നത് ചിലത് ജെന്യൂനല്ല. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എത്തിപ്പെടാനും കഴിയാത്ത സ്ഥലത്തു നിന്നൊക്കെ വിളിക്കുമ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ സംവിധാനം ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പെടാനും ഇത് കാണാനും ബോധ്യപ്പെടുമോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ സ്ഥലത്ത് ഒരു വീട്ടിലെ പറമ്പിനെ കിളക്കായിട്ട് ചേട്ടൻ ഇവിടുത്തെ ബുദ്ധിമുട്ടായിട്ട് പോയതാ. ഉച്ച വരെ പണിത് ഈ ചേട്ടനോട് വീണപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു ചേട്ടൻ പണിക്ക് വിണ്ട. അപ്പം ചേട്ടനെ നടുവിന് സ്ക്രൂ ഇട്ടോടെ മുറിക്കാക്കണത് ഇവിടെ കാണാതെ പുറം ഇവിടം വരെ കയറി പിടിച്ച് ഷർട്ട് വയ്ക്കാൻ മേനൊക്കെ കാണാതെ. ഈ മനുഷ്യന് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ അമ്മ നാളെ എന്തെങ്കിലും അമ്മയ്ക്ക് ആയിപ്പോയാൽ ഞാൻ അമ്മ എടുത്തിട്ട് എവിടെ പോയിക്കാം? ഇല്ല, ഇനി എല്ലാരും നാട്ടുകാരൊക്കെ ഉണ്ടാവും. അല്ല, നിങ്ങളെ കാര്യം ഓക്കെ കഴിഞ്ഞ് ഇനി ടെൻഷൻ അടിക്കണ്ട, ഇനി എന്തെങ്കിലുമൊക്കെ ആയിക്കോളൂ. അക്ബർക്ക് ഇവരൊരു ആവശ്യപ്പെട്ടത് ഇനി ബെഡ്. അപ്പോൾ ഒരു ബെഡ് കൊണ്ടുപോയി തരുമോന്ന് ചോദിച്ചു. കാരണം നിങ്ങൾ കണ്ടില്ല ആ അമ്മ അയിത്തന്നെ മൂത്രമൊക്കെ വെച്ചു. അതിങ്ങനെ ഉണക്കണതൊക്കെ ഭയങ്കര തനിയല്ലേ. ഈ പ്ലാസ്റ്റിക് ഊരുണ്ട് അത് അങ്ങനത്തെ നല്ല ആ കട്ടിലില്ലേ, ആ കട്ടിൽ 2 പ്രാവശ്യം നിലത്തുനിന്ന് അത് വീണിട്ട് ഞാനൊന്ന് കയറ്റി വെച്ചാൽ കട്ടിൽ കൊള്ളൂല. ആള് ചേട്ടൻ പണിക്ക് വന്നപ്പോ അമ്മ നിലത്ത് ഇറങ്ങണ്ടപ്പോ കൊടുത്തതാ. അപ്പൊ അയാൾ പറഞ്ഞത് നീടില്ലാട്ടോ എന്ന് പറഞ്ഞു. തൽക്കാലം കിടക്കാം. 2 പ്രാവശ്യം വീണത് ഞാൻ ഇങ്ങനെ കണ്ടത് മനപ്പൊക്കെ ദൈവം പോലെ. അങ്ങനെ ഒന്നും പറയരുത് നമ്മളെ പറ്റിയിട്ട്. ഞാൻ ഒന്നുമില്ല, ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിമിത്താവുകയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മാർഗ
അത്രേ ഉള്ളൂ. ആ മാർഗം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി നിങ്ങളടുത്ത് ആളുകൾ എത്തിക്കോളൂ. അന്ന് എനിക്ക് എങ്ങനെയാ കിട്ടിയതാ നമ്പർ? ഈ കാല് കണ്ട, ഈ കാല് തിരിഞ്ഞു പോയി, എല്ല് കയറിക്കണണ്ട, ഈ കാലല്ല അത് കണ്ട, എല്ല് ഇങ്ങോട്ട് കയറിക്കണത് ഇത് ഞാൻ വീണതാ. ഒരു സ്ഥലത്ത് ചുവരിൽ എഴുതിയിട്ടല്ലോ, ആ നമ്പറിലാ വിളിച്ചത്. ചുമരിൽ എഴുതിയതാ പ്രശ്നമായത്. അതോടുകൂടിയിട്ട് വിളിയോട് വിളി. അല്ല, ഇതിന്റെ വിഷമം കൊണ്ട് ഇത് രാത്രി മിഞ്ഞാന്നിരുന്ന് കരഞ്ഞു. അപ്പൊ ഞാൻ കരയണ്ട, നമുക്ക് ആരെങ്കിലും ദൈവമായിട്ടുണ്ടാവുന്നു. അങ്ങനൊക്കെ ആരെങ്കിലും ഉണ്ടാവുന്നു, നിങ്ങളതൊന്നും ബേജാറാവണ്ട. ഇത് അത്ര മോശം സ്ഥലമൊന്നല്ല, ഇവിടെ നിങ്ങൾ അറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. വന്നത് താമസിക്കുന്ന അറിയില്ല. അല്ല അക്ബർക്കാന്ന് പറഞ്ഞാൽ പുലിക്കുട്ടിയാ. ഈ മാസം വാടകയാണ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. വാടക കൊടുക്കാൻ നോർത്തി ഈ പെരയുടെ ചൂട് സഹിക്കാൻ മേല അതിന്റെ ഉള്ളില്. ഉച്ചക്കൊന്നും ഒട്ടിരിക്കാൻ പറ്റില്ല. ഇത് ഷീറ്റല്ലേ? ഓ മറ്റേ ഇതാണല്ലേ ഇരുമ്പ് ഷീറ്റ്. 9 മണി കഴിഞ്ഞാൽ പിന്നെ ഓ ഇരുമ്പ് ഷീറ്റാണ്. ആ ഫാൻ ഇപ്പൊ 2 പ്രാവശ്യം കേടായിട്ട് ഇതേ 3ാമത് ശരിയാക്കണം. അയാള് പറഞ്ഞ ഫാൻ ഇപ്പൊ കേടായി പോകുന്നത്. കൊള്ളൂല, അയാള് നന്നാക്കി തന്നാണ് ആ വർഷക്കാരൻ. ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഒരു ഫാൻ മേടിക്കാൻ അതിനെ കൊണ്ട് ഇപ്പൊ അവരെ കൊണ്ട് ഓടുക. ആ ചേട്ടൻ മിഞ്ഞാന്നാണെങ്കിൽ ആ ചേട്ടന് ശ്വാസം മുട്ടായിട്ട് ആ ചേട്ടനെ കുടിയാൻ മരുന്ന് മൂത്രത്തിൽ കല്ലും ആ ചേട്ടന്. ഈ സെക്യൂരിറ്റി പണിക്ക് 8000 രൂപ എന്തിനുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ 3 പേര് പരിതാപകര ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രായമുള്ള ആൾക്കാരാണല്ലോ ഈ പോരയില്. കുട്ടികൾ നിങ്ങൾക്കാർക്കും കുട്ടികളില്ലേ? എന്റെ മോനുണ്ട്. മോനുള്ളത് അവന് ക്യാൻസറാണ് പറയണെന്താ. ക്യാൻസറോ? അവന് എന്റെ അനിയത്തിയുടെ വീട്ടിൽ കൊണ്ട് നിർത്തേക്ക്. ഇവിടെ നിന്ന് ഈ വിഷമം അവന് ഈ ചില വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ഇവിടെ ഓടി വല്ലോടത്തേക്ക് പോകും. മനപ്രയാസം വരുമ്പോ നിൽക്കൂല. ക്യാൻസറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് ദയനീയ മനുഷ്യന്മാരെ സ്ഥിതി. അതല്ലേ ഞങ്ങള് നിങ്ങളെ വിളിച്ചത് തന്നെ. ഞാനൊക്കെ സ്വർഗത്തിലാ. ഒരു അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതെ അതെ, നമ്മളൊക്കെ എത്രയോ ദൈവത്തിനോട് നമ്മള് സ്തുതി പറയണം. ഭക്ഷണം തൊടൂല്ല, ചോറും വേണ്ട, ഒന്നും. എന്തുകൊണ്ട്? അതിന് വിശപ്പില്ല, അതിന് മനപ്രയാസമൊക്കെ ഉണ്ടാവില്ല. അവരെങ്ങനെ കണ്ടിട്ട് എന്താ ഇങ്ങനെ ഈ ഭൂമിയിൽ ഇപ്പോഴും ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏതായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഇനി പട്ടിണി ആവൂല. നിങ്ങള് പട്ടിണി ഇഞ്ഞാവൂല, അത് ഗ്യാരണ്ടി. പോരാ, രാവിലെ പോയപ്പോൾ ഭക്ഷണത്തിന്റെ നിങ്ങൾ മേടിക്കണ്ട. കാലത്ത് ഞങ്ങള് ഇന്ന് ഞങ്ങള് ഉച്ചവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഉച്ചവരെ ആ ചേച്ചി ഞങ്ങൾക്ക് അരിയും കപ്പയും കൊടുത്തിട്ട് ഞങ്ങൾ ഈ പള്ളി കാണിച്ചു. പള്ളിയിൽ അച്ഛൻ എഴുത്തുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ട് രാജുവിന്റെ അവസ്ഥ വളരെ അല്ല 60% വികലാംഗത്തിന് ഡോക്ടർ ഒപ്പിട്ടുണ്ട്. 5 ഡോക്ടർമാര്. നിങ്ങളും കൂടി സെക്യൂരിറ്റി പണിക്കൊക്കെ പോയിക്കൂടെ? കാരണം എത്രയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരാളെ അടുത്ത് ഇങ്ങനെ അല്ല, കച്ചവടം പെട്ടിക്കട ഞങ്ങൾക്ക് കിടപ്പുണ്ട്. കച്ചവടം സൗകര്യം ഇല്ലാണ്ടാ. ഞങ്ങൾക്ക് നല്ല വീടല്ല, കടയിട്ട് ആൾക്കാർ പെട്ടിക്കട ചെന്നാല് ജീവിക്കാം. അതിന് എല്ലാ പണികളും. പെട്ടിക്കട ഉണ്ടോ? അതിലേക്കുള്ള കച്ചവടം ഞാൻ ചെയ്തുതരാം. സാധനം ഞാൻ വാങ്ങിത്തരാം. അത് അക്ബർഖാനെ പറഞ്ഞാൽ മതി കേട്ടോ. അക്ബർഖാൻ ഒന്ന് പോയി നോക്കി, നല്ല സ്ഥലമാണോ നോക്കി. ഉന്തുവണ്ടി ആകുമ്പോഴൊക്കെ സുഖം തറിയോ. അവിടെ കച്ചവടം കിട്ടിയില്ലെങ്കിൽ ഒന്ന് ഉന്തിയിട്ട് മറ്റേ സ്ഥലത്ത് കൊണ്ടുപോയി. നിങ്ങള് സഹായിക്കുമ്പോ ഇതൊരു കുടുംബാ. എല്ലാരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിക്കണം. നിങ്ങൾക്ക് ചെയ്യുമ്പോ നിങ്ങളും പോയിട്ട് ഫ്രീ ടൈമിൽ നിങ്ങളും ഇവരെ സഹായിക്കണം. എങ്ങനെയാണുള്ളത് നോക്കിയിട്ട് ചായ കാര്യങ്ങളോ ഞാൻ ചെയ്തുതരാം. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണ്. ഒരു സ്കൂട്ടി ഒരാൾ കൊടുക്കാന്ന് പറഞ്ഞാൽ ചേട്ടനെ പറഞ്ഞു പറ്റിച്ചു. പഴയ സ്കൂട്ടിയായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് ഈ ബസ് കിട്ടാത്തപ്പല്ല ഈ വൈഫിന് പാടില്ലാണ്ട് രാത്രി 11:30 മണിക്ക് ചേട്ടൻ ബസ് കിട്ടി നടന്നാ വന്നത്. ചേട്ടൻ പറഞ്ഞ സ്കൂട്ടി സെക്കൻഡ് ഹാൻഡ് അന്വേഷിച്ചു ചേട്ടന് മേടിക്കാൻ വേണ്ടി. അപ്പൊ അവര് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരെ മകൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് വലിയ കാശുകാരാണ്. അതിനെ പറ്റി അത് നോക്കണ്ട, മനുഷ്യന്മാരെ അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒരേ മാതിരി. ഇനി നിങ്ങളെ കാലം തെളി. ഞാൻ മനാഫിക്കയുടെ ഓരോ മൊബൈലിൽ കാണുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്തോട് നല്ലൊരു മനുഷ്യ അതിനെയൊക്കെ എന്ത് നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൊന്നുമല്ല. ഇത് ജനങ്ങള് ഇപ്പൊ നിങ്ങളെ വീഡിയോ എടുക്കണതും നിങ്ങള് ജനങ്ങൾ അറിയട്ടെ. എറണാകുളത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫാമിലി ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. എത്തിപ്പെടുന്നില്ല ആരും അവരുടെ അടുത്തേക്ക്. തൽക്കാലം നമ്മൾ ആരും കുറ്റം പറയാനോ ഒന്നിനുമില്ല. ആര് ചെയ്തില്ല, അവര് ചെയ്തില്ല, ഒന്നുമില്ല. അത് അങ്ങനെ ആയിരിക്കും. ചിലപ്പോ കഴിഞ്ഞിണ്ടാവൂല ചെയ്യാനൊന്നും. മൊബൈലിൽ വീട് കൊടുക്കേണ്ടവരെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഈ ഏരിയയിൽ കൊടുത്തു. എന്തോ അതെ അതെ, ആവശ്യത്തിൽ കൂടുതൽ ഗവൺമെന്റ് ഇവിടെ സത്യത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യാനാ? ആ പറഞ്ഞ കിടക്കണ ഡ്രസ്സ് പോലും ഇല്ല എന്താ കിടക്കണ സ്ത്രീക്ക്. ഡ്രസ്സുകളില്ല കിടക്കണ. അതിന് മറ്റേ സാരി. നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോൾ കാലാകാലം എൻ്റെ ശൈലി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാലാകാലം കൈ നീട്ടരുത്.
അങ്ങനെ നീട്ടി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ആർക്കും നിങ്ങളെ സഹായിക്കാനില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ ആ പെട്ടിപ്പീടി ഉണ്ടല്ലോ അത് ഉഷാറാക്കി അതിലെന്താക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായയും കടിയും പിന്നെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് കസ്റ്റമർ വരുമ്പോൾ അവരെ കസാലിൽ ഇരിക്കാലോ, ഇരുന്നിട്ട് പിന്നെ ആള് വരുമ്പോൾ ഒന്ന് എണീച്ച് നിന്നിട്ട് പിന്നെ ഒരു കുടുംബമായിട്ട് ഒരു പ്രതിസന്ധി അങ്ങക്ക് ഉള്ളത്, ഈ പ്രതിസന്ധി നേരിടേണ്ടത് നിങ്ങൾ ഒരു ഒറ്റക്കെട്ടായി ഒരു കുടുംബമായി നേരിടണം. നേരിട്ട് വിജയിച്ച് കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. ഇതാണെന്നുള്ളത് ഈ പ്രായത്തിലും നമ്മളെ കൊണ്ട് കഴിയും. അതെ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. നിങ്ങൾ കുറച്ച് ബേജാർ ഉസ്താദ് ആണെങ്കിലും നിങ്ങൾ ധൈര്യമുള്ളതാ. അപ്പൊ അമ്മ നിങ്ങൾ എന്താ ചെയ്യേണ്ടി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നേരിടുക, പൊരുതി അതിനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി തരാം. ഓക്കെ. ചായപ്പീടിയല്ലേ നടക്കുക? എന്താ നടക്കുക? ചായ ബാക്കി ഇവിടുന്ന് കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റൂളൊക്കെ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും നല്ല ബിസിനസ്സാണ് ഇത് പെട്ടിക്കട. ഇൻ കേസ് ബിസിനസ് അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത കവലയിലേക്ക് നീട്ടിക്കാം. ആരാഞ്ഞ് ഇനി അക്ബർക്ക് അതെന്തെങ്കിലും അക്ബർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുള്ള എല്ലാരെയും നമ്മൾ ടീമിൽ എല്ലാരെയും വിളിക്ക്. എന്നിട്ട് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ അക്ബർക്ക് എവിടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ കിടന്ന് വലിക്കുള്ളായിരിക്കും. കാരണം ഉണ്ടോ പറഞ്ഞില്ലേ മിഞ്ഞന്നൊക്കെ ദൂരെ ശബ്ദിച്ച ബക്കറ്റിലേക്ക് അക്ബർക്ക് തലുക്കാനെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒക്കെ അതൊന്നും പ്രശ്നമാക്കണ്ട. ഒക്കെ ഇവരെങ്ങൾ നല്ല നോക്കിക്കാളേ. അമ്മേ പോയി വരാ കൈ ട്ടോ, ഉഷാറാവട്ടോ. ഊണയിച്ചാ നേരായില്ല. സാറില്ല. ഭക്ഷണ സാധനം ഞാൻ കൊണ്ടുവന്നിക്കണ്, അത് എടുത്തിട്ട് എന്താന്നുള്ളത് പിന്നെ ഇവിടെ എന്താ അവസ്ഥ എന്ന് അറിയാത്തതിനോട് എനിക്ക് കൂടുതൽ നേരിട്ട് വന്ന് കാണട്ടെ എന്ന് ഞാൻ പറഞ്ഞു. നേരിട്ട് വന്നിട്ട് ബോധ്യപ്പെട്ട് നന്നായി എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറയണം. നമ്മൾ വെറുതെ വയണ്ട് പറഞ്ഞിട്ട് കഴിച്ചു. ഈ കാലത്ത് പറഞ്ഞാൽ കൂടി കരഞ്ഞു പറഞ്ഞു. ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കട്ടൻ ചായ അത് കുടിച്ചോണ്ടിരിക്കും. അല്ല നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ ഒരു യഥാർത്ഥത്തിൽ പറയണതാണോ അല്ലേ നോക്കാനാണ് അക്ബർക്ക വന്നത്. ആ റിപ്പോർട്ട് നമുക്ക് കിട്ടിയപ്പോ തന്നെ ഇവിടെ എത്തിയില്ലേ? ഞമ്മക്കറിയില്ലല്ലോ. നമ്മള് കോഴിക്കോട് നിന്ന് വരല്ലേ? പിന്നെ ഞാൻ കാലത്ത് എന്നോട് കക്കൂസേ പോണം. ഞാൻ പടി ഇപ്പൊ വരുമ്പോ ഞാൻ അതിലേ ഇടിച്ചു കണ്ട് കേട്ടിട്ട് ഇവള് വീഴാൻ പോണു. അതാ ചേച്ചി നോക്കണേ എന്നെ വീടോട്ടാ നോക്കട്ടെ ഒന്ന് കൈകാലൊടിയില്ല. ആ സ്റ്റെപ്പ് കയറാൻ പാടാ. ഇനി മാറിക്കോളൂ. നിങ്ങൾക്കും മക്കളില്ല? മക്കളില്ല. ആരെങ്കിലും നോക്കാനുണ്ടായില്ല. ആരും ഇപ്പൊ ഞാൻ ഉള്ളത് മക്കളൊക്കെ ഞാനും ഇവരൊക്കെ തന്നെയാണ്. നല്ല നോക്കണം കേട്ടോ. പിന്നെ ചേട്ടൻ 10-70 വയസ്സായ മനുഷ്യന് എന്തോരം പണിയെടുത്തിന് ഇവളെ നോക്കാൻ പറ്റും. ആ മനുഷ്യനെ പാവം മക്കള് തിന്ന് ഇരിക്കേണ്ട കാലത്താണ് അങ്ങോട്ട് ആ കണ്ണട മാറാഞ്ഞിട്ട് ചില്ല് മാറാഞ്ഞിട്ട് 3 തവണ വഴിയിൽ വീണിട്ട് അതേ കാലൊക്കെ പൊട്ടി. കാലൊടിഞ്ഞതാ ചേട്ടന്റെ. സ്റ്റിക്കിട്ട് ഞങ്ങൾ കൊണ്ടുവന്നാണ്. ആ വഴിയിൽ വീണ ഞാൻ എന്റെ അവസ്ഥയൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ അത്ര വിഷമത്തില ഇവിടെ. എനിക്ക് രാത്രി ഇപ്പൊ ഇതിന്റെ ചൂട് കണ്ട അതിന്റെ ഉള്ളില് ആ ഫാനാണെങ്കിൽ കാറ്റില്ല നോക്കി. ഞമ്മക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മക്ക് ഒരമ്മ ഉണ്ട്. നമ്മ നാട്ടിലുള്ള എല്ലാ അമ്മമാരും നമ്മളമ്മ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ദയനീയ അവസ്ഥ. നിങ്ങൾ വേറെ ചെറുപ്പക്കാരും ഇല്ലേനോ സഹായിക്കാൻ? പ്രായമുള്ള ആൾക്കാരും നിങ്ങൾക്ക് വേറെ ഒന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കോളൂ. ഒരു കച്ചവടം തുടങ്ങിയാൽ അതിങ്ങനെ ഓ ആയിക്കോട്ടെ. കൈയാണെന്നുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിനും വരണ്ട് കേട്ടോ കേട്ടോ. തട്ടുകട ഉദ്ഘാടനം നമ്മള് ഷോപ്പിംഗ് മാള് മാത്രമല്ല നമ്മള് തട്ടുകടയും ഉദ്ഘാടനം കഴിക്കും.
എങ്ങനെ എങ്കിലേ അപ്പോൾ എനിക്ക് കച്ചവടം നടക്കും. ഞാൻ വന്ന് കച്ചവടം ചെയ്ത് തരുന്നുണ്ട്. ഞാനല്ല, എനിക്ക് സ്വന്തം ഹോട്ടലൊക്കെ ഉള്ള, ഞാൻ ചായ അടിക്കും, എല്ലാ പരിപാടിയും എടുക്കും കേട്ടോ. അതേമാതിരി നമ്മള് വയനാട്ടിലൊരു കണ്ടപ്പോഴേ ഒരു കാര്യം പറയട്ടെ, പറയാതിരിക്കാൻ എന്റെ മോനെ പോലെ ഉണ്ട് തന്നെ മുഖം ഇതുപോലെ ഇരിക്കണ മോന്റെ. ഞാൻ ഇന്നും ഇന്നലെയും കൂടി ഇവളോട് പറയും, എപ്പോഴും മനാപ്പിനെ കാണുമ്പോ ഞാൻ ഹൃദയം തുറന്ന് ഈ ക്ഷേത്രത്തിൽ സാക്ഷി വെച്ചു, എന്റെ മകനെ പോലെ മനാപ്പിനെ കാണുമ്പോ എന്റെ മോനെ അങ്ങനെ തന്നെ കണ്ടാ മതി. അല്ല, അതുപോലെ തന്നെ മനാപ്പിക്ക് ഇരിക്കണം, ഇതുപോലെ തന്നെ ആരുടെ അടുത്ത് ചിരിക്കാനും കളിക്കാനും എന്ത് കൊടുക്കാനും മനസ്സുള്ള ഒരു മോൻ. പക്ഷെ ആ മോന് വയ്യ, അവന് എന്ത് പറയാൻ പറ്റും നമുക്ക്. നോക്കണ്ട, ഇതൊക്കെ ഒരു പരീക്ഷണമാണ് വിചാരിച്ചാൽ മതി. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും എപ്പോഴെങ്കിലും വരും. അതെ അതെ, ദൈവം ഉണ്ടല്ലോ മേലെ. അതെ, ദൈവം എവിടുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ എത്തിക്കും. ഈ ഇതൊക്കെ എല്ലാവരും കാണണം. അല്ല മനാപ്പിക്ക, ഈ രണ്ടാളും വെളി ഞങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ എന്റെ അവസ്ഥ, ഇവർക്കും ഇതിന് വെള്ളം കൊണ്ടു കൊടുത്താലോ ചായ ഞാൻ കൊണ്ടു കൊടുത്താലും കുടിക്കോളൂ. നാളെ തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനെ പറ്റിയിട്ടൊക്കെ നോക്കി നോക്കാം. ഇവളെ ഒന്ന് ചികിത്സയിലേപ്പിക്കാം ആയുർവേദത്തിൽ. ഈ പെണ്ണ് ഈ കിടപ്പ് കിടന്നാൽ എന്നെ നോക്കാൻ പറ്റില്ല, കാരണം എടുത്തോ പൊങ്ങൂല. അതെനിക്കറിയാം, അറിയാം. അത് എല്ലാവർക്കും ആർക്കും. ഈ കാലം എന്തെങ്ങനെ പഴക്കണേന്നുള്ളതാണ് അതിന്റെ ഇട. ഷുഗർ ഉണ്ടോ? ഷുഗർ ഉണ്ട്, സ്വല്പം, ഒരുപാടില്ലാന്ന് പറഞ്ഞു, കുറച്ചുണ്ട്. ഇവര് ഉഷാറാവും. നാളെ നിങ്ങളെ നോക്കണ ഒരു ആരോഗ്യത്തിലെത്തും അല്ലേ അമ്മേ? അങ്ങനെയല്ല, ഇവര് ആരോഗ്യത്തിലായി മാറും, സുഖേടൊക്കെ മാറിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് സുഖമില്ലാതാവുമ്പോൾ നോക്കിക്കോളൂ. ഓക്കെ, നിങ്ങൾ ഒരു പ്രതീക്ഷ ഒഴിവാകരുതേ, ആത്മവിശ്വാസത്തിൽ നിൽക്കണേ. വരും. ഇനി നാട് മുഴുവൻ ഇവിടെ എത്തും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, എത്തിക്കോളൂ ആൾക്കാർ. അതിന്റെ ആവശ്യമില്ല, ആരും എത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട, നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയും. നിങ്ങൾ രണ്ടുപേരും മെനക്കെട്ട് കച്ചവടം ചെയ്യും കേട്ടോ. ഈ ചേട്ടന് ഒരു ലോട്ടറി കടയെ കിട്ടിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ള സാമ്പത്തികം ഇല്ലാണ്ട് പുള്ളി സെക്യൂരിറ്റി പണി കാലത്തോട് രാത്രിയൊക്കെ നിൽക്കണം അവിടെ നിന്ന്. ഇത്രയും പ്രായമാണ് ഉറപ്പൊളിച്ചുമ്പോൾ അങ്ങോട്ട്. അല്ല, ഞാൻ ചോദിക്കാം, എനിക്കറിയില്ല. ഈ ലോട്ടറി കച്ചവടം തുടങ്ങിയാല് ഈ സെക്യൂരിറ്റിക്ക് കിട്ടുന്ന 8000 കിട്ടുമോ ലോട്ടറിയിൽ? ഒന്നും കിട്ടൂല, വെറുതെ വിചാരിക്കുക. പിന്നെ അത് മാത്രമല്ല, ലോട്ടറി ഒന്നും അത്ര നല്ലതല്ല. നമ്മൾ ആ ബിസിനസ് ഒന്നും ചെയ്യരുത്. നമ്മൾ നല്ലൊരു ബിസിനസ് ചെയ്യുക. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേരെയുള്ള ബിസിനസ്. മറ്റേതൊക്കെ പറഞ്ഞാൽ ആരൊക്കെ എത്രയോ ആൾക്കാർ കൂലിപ്പണി എടുത്തിട്ട് ലോട്ടറി എടുക്കും, അതിലേതോ ഒരുത്തനടിക്കും. ആ പരിപാടിക്കൊന്നും അതിനൊന്നും നിൽക്കണ്ട. നല്ല അന്തസ്സോട് കൂടി നമ്മൾ ചായക്കട നടത്തിയ പോരെ. നിങ്ങൾ സെക്യൂരിറ്റി ചെയ്തിട്ട് ബാക്കി ടൈം വന്ന് നിന്ന് കൊടുക്കുക. അങ്ങനെയൊക്കെ കൂടി ആയിട്ട് മൂപ്പര് സുഖമില്ലാത്തതും കൂടിയാണ്. ഈ കഴിഞ്ഞ മാസത്തിലെ ഇവിടെ ഇവിടെ നിന്ന് ഞങ്ങൾ എടുത്തോണ്ട് കൂടി രാത്രി ഭയങ്കരമായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുക. ചില ബിസിനസ് പറയുമ്പോൾ ചില പോരായ്മകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതൊന്നും ബിസിനസ്സിലേക്ക് കൊണ്ടുപോകരുത് കേട്ടോ. ബാക്കി അക്ബർക്കാൻ നോക്കിക്കോളും. അമ്മേ പോയരാ, അമ്മേ പോയരാ. വീട് ഇവിടുന്ന് മാറണമെന്നുണ്ട്. വീടുണ്ട്, പക്ഷെ സെക്യൂരിറ്റി പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചൂട് കഴിച്ചതിൻ്റെ ഉള്ളിൽ 5000 കൊടുത്ത്. കാരണം ഇരിക്കാൻ പറ്റില്ല, പകലാരും ഞാൻ പുറത്തൊക്കെ പോയി. കടന്റെ പണി എത്രയും പെട്ടെന്ന് നമുക്ക് ഇതാക്കാം. ഒന്ന് വേഗം ശരിയാക്കിയിട്ട് നിങ്ങൾ എന്താക്കുക, ബാക്കി എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരു രണ്ടാളും കൂടി കൂടിയിട്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് മരണം വരെ നിൽക്കുക. ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. നിങ്ങൾ രണ്ടാളെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും മുമ്പ് കിട്ടുന്ന പൈസയും ഇനി ഒന്നായിരിക്കണം കേട്ടോ. സെക്യൂരിറ്റി പണി ആ ചിലവ് ഇതൊക്കെ എന്താ പറയുക, ഒരു ബാങ്കിൽ അടച്ച് എന്താക്കുക, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൈസ ആവും അല്ലേ. പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നു നമ്മൾ ഉണ്ടാവില്ല. ആലുവയിൽ ചെയ്യാൻ പറ്റുക നമുക്ക്? ഒരു അറിയണ അങ്ങാടിയിൽ ചെയ്യുകയാണെങ്കിൽ. അല്ല, ഇനി നമ്മളൊരു കമ്മിറ്റി ഉണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചോളൂ. എന്നാ ശരിയാ, പോയരാ. പിന്നെ എല്ലാവരും ഇവിടെ തൊട്ടടുത്തൊരു എല്ലാവരും അവിടെ ഒരു 4 പ്രായമുള്ള മനുഷ്യന്മാർ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എന്താക്കുക, ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഇടയ്ക്ക് പോയി വെക്കാം. പരിചയം ആർക്കും പരിചയമില്ല പറഞ്ഞു. നിങ്ങൾ ആരും തെറ്റില്ല, ആരെടുത്ത് തെറ്റില്ല. പക്ഷെ എന്നാലും ചെറുപ്പക്കാരാ എന്താ പറഞ്ഞ നമുക്ക് കോഴിക്കോട് നിർത്തിപ്പെടാൻ ചെയ്തു കൊടുക്കാൻ പറ്റും.
നമുക്ക് എന്താ ചെയ്യാം. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വേറെ ഒന്നല്ല, ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ഒറ്റ ചോദ്യം, പട്ടിണി ആവാതെ നോക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കൊടുക്കണ്ട, ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അതാ വേണ്ടി. എല്ലാവരും നമ്മളെ പോലത്തെ യുവാക്കളാണ് മുന്നിട്ടിറങ്ങേണ്ടത്. ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടിയും ദയനീയമായിട്ടൊരു വേറൊരു ഫാമിലി നോക്കി, വീട് പൊളിഞ്ഞു വികാനായ വീടും. ഓ ചേച്ചിയാണ് നിങ്ങള്? പിന്നെ ഓരെന്താ ഈ ഒറ്റ വീട്ടില്? അത് ശരി, അത് ശരി. ഓ ഇതൊക്കെ എന്താ കഥ അവിടെ? വരി ചേച്ചിയാ. എല്ലാവരും പറയലുണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സേഫായിട്ട് ഇവരെ ഏച്ചി ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്, അക്ബർക്കാണ്ട്. അയ്യോ ഇത് വീട്ടിൻ്റെ കോലാണ് ഇപ്പോൾ. എൻ്റെ അമ്മേ. ചേച്ചിയെ എന്താ പാട്? മീൻ മുറിക്കാ? പിന്നെ എൻ്റെ പേര് മനാഫ്ന്നാ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നാ. ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ വന്നതേനു. ഇതൊന്നും നന്നാക്കാനോ ആരും നന്നാക്കാനൊന്നും ഇല്ലേ? ഈ അവസ്ഥയിൽ വീടായിട്ട് കുറെ ആയി. പിന്നെ ഇത് വെച്ചോളൂ ചേച്ചി. അങ്ങനെയല്ല, ഭക്ഷണത്തിന് എന്തെങ്കിലും വീടിന് മൊത്തത്തിൽ എനിക്ക് പൈസ തരാനുള്ള ശേഷിയില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് കഴിയണ മാതിരി എന്തെങ്കിലുമൊക്കെ കേട്ടോ. നിങ്ങൾ വീട് നന്നാക്കാൻ ആരെങ്കിലുമൊക്കെ വരും കേട്ടോ. ഈ അവസ്ഥ നിങ്ങളത് കണ്ടിട്ട് സങ്കടമാണ്. എൻ്റെ അമ്മോ, ഇങ്ങനെ വീട് എന്തായാലും അറിയില്ലേനു. വീടൊക്കെ പൊളിഞ്ഞു വീഴാനയക്കുന്നു. എന്താ നമുക്ക് ഓരോരുത്തർ ടൈൽസിന് മാർബിളിനും സൗന്ദര്യം പോരാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ കാണാനാണിത്. ഇതൊരു വീടിൻ്റെ അവസ്ഥ. ഈ ദൈവത്തിനെ എടുത്തിട്ട് മേലെ വെക്കാനുള്ളൊരു സംവിധാനമൊന്നും ഇല്ല, നിലത്താണല്ലോ എല്ലാം അല്ലേ. ഇതാണ് അവസ്ഥ. എന്തെങ്കിലുമൊക്കെ ഇത് എപ്പോഴാ അറിയില്ല, അത് തലയിലേക്ക് ഇടിഞ്ഞൊളിഞ്ഞു വീഴുക. അക്ബർക്കാ ചേച്ചി, ഞാൻ ചെറിയൊരു പൈസ കൊടുത്തിക്കണ് കേട്ടോ. ഒരു നോർമലല്ല, ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കുറച്ച് പൈസ കൊടുത്തു. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചെറിയൊരു അല്ല, വീട് പണിയാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല, പക്ഷേ നടക്കൂ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇത് ആരെങ്കിലുമൊക്കെ കണ്ട് ഒരു വന്നോളൂ കേട്ടോ. ആയിക്കോളൂ. ഇനി ഒന്നും ആയില്ലെങ്കിൽ നമ്മൾ വരണ്ട്. നമ്മൾ ഓരോ വീട്ടിൽ പോയി ഇപ്പം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ആകെ മനസ്സ് വല്ലാതെ പ്രയാസം തോന്നിപ്പോയി. എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പാടുകളാണ് ആ ഫാമിലി അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ഫാമിലി ഉണ്ട്, അതും അതിനേക്കാളും കഷ്ടപ്പാട്. നമ്മളെ ചുറ്റുമുള്ള ആളുകളാണ് ഇപ്പോൾ ഇതാണ് അവസ്ഥ. പക്ഷേ ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ കാര്യങ്ങൾ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഈ പരാതി പറയുന്ന ആളുകളും, അതായത് ഇങ്ങനത്തെ പ്രയാസപ്പെടുന്ന ആളുകളും തൊട്ടടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള ആളുകളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ ചിലപ്പം ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എങ്ങോ ദൂരെയുള്ള നമ്മൾ തന്നെ വരേണ്ട ആവശ്യമില്ല. സത്യത്തിൽ എന്താ അറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. നല്ല പ്രയാസത്തിൽ അനുഭവിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് ആ ഫാമിലി. നമ്മൾ കഴിവിൻ്റെ പരമാവധി പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രയാസങ്ങളും എന്തായാലും എന്നെക്കൊണ്ട് തീർക്കാൻ കഴിയൂല. എന്നാലും അവർക്കൊരു തട്ടുകട വെച്ച് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്.
ഒരു ബെഡ് എത്തിച്ചു കൊടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി അവർക്കൊരു ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വരുമാന മാർഗം അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തട്ടുകട വെച്ച് കഴിഞ്ഞ് അവരെന്നെ അതിലൂടെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞ മാതിരി പെർമനൻറ്റ് സൊല്യൂഷനാണ് എല്ലാത്തിനും വേണ്ടിയത്. ഒരു പ്രാവശ്യം എന്തെങ്കിലും സഹായിച്ചവരോട് കൂടിയിട്ട് അത് ആ ഒരു വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. പകരം നമ്മളെ കൊണ്ട് കഴിയണ മാതിരി അവരെ ഇനിയൊരു പ്രാവശ്യം ഒരാളെ മുന്നിലും കൈ നീട്ടാൻ ഒരു അവസരം ഇല്ലാതാക്കി മാറ്റുക, സ്വയം പര്യാപ്തരാക്കുക. ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ അവർക്ക് വേണ്ടിയിട്ട്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രേക്ഷകർക്ക് നന്ദി. നമ്മൾ ഇതേമാതിരത്തെ ഇനിയും പ്രയാസപ്പെടുന്ന ആരുണ്ടെങ്കിലും അത് ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതോട് കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യമാവും എന്ന് വിശ്വസിക്കുന്നു.